ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നിത്യജീവിതത്തിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഗൂഗിൾ മാപ്പ്. ഇതിൽ പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. ഒന്ന്, ആരെങ്കിലും നമുക്കൊരു ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോകും. അതല്ലെങ്കിൽ നമ്മളൊരു പ്ലേസ് സെർച്ച് ചെയ്തിട്ട് അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോകും. ഇതല്ലാതെ ഗൂഗിൾ മാപ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും പൊതുവേ നമ്മൾ യൂസ് ചെയ്യാറില്ല, പലർക്കും അറിയാത്തവരുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ വിശദമായൊരു വീഡിയോ നമ്മൾ നേരത്തെ 2 വർഷം മുമ്പ് ചാനൽ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പറയാത്ത മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ലാസ്റ്റ് സെർച്ച് ചെയ്ത വർക്ക് പ്ലേസ് അല്ലെങ്കിൽ ഹോം പ്ലേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും മുകളിൽ കാണുക. അതിന് തൊട്ടടുത്ത് റെസ്റ്റോറൻറ്റ്സ്, ഗ്യാസ് സ്റ്റേഷൻ, ഹോട്ടൽ, കോഫി ഷോപ്പ്, ഗ്രോസറീസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം. അതല്ലാതെ മോറിൽ പോയി കഴിഞ്ഞാൽ മറ്റു ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പ്ലേസ്, നിങ്ങളൊരു അറിയാത്തൊരു ഒരു സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ ഉപകരിക്കുന്ന കുറച്ച് ഓപ്ഷൻസാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിറ്റിയിലുള്ള റെസ്റ്റോറൻറ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്, കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ്, അത് ഓപ്പൺ ആണോ ക്ലോസ് ആണോ, അങ്ങനെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അങ്ങോട്ട് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഇതുപോലെ ഫൈൻഡ് ചെയ്ത് തരും. അതിൻ്റെ എത്ര കിലോമീറ്റർ ഉണ്ട്, എത്ര സമയം എടുക്കും എന്നുള്ള കാര്യങ്ങൾ അവിടെ ഫൈൻഡ് ചെയ്ത് തരും. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതുപോലെ സെർച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റേഷൻസ്, ഏറ്റവും അടുത്തുള്ള ഗ്യാസ് സ്റ്റേഷൻ ഏതാ കാണാം. അതുപോലെ തന്നെ ആ സിറ്റിയിലുള്ള മൊത്തത്തിലുള്ള ഗ്യാസ് സ്റ്റേഷൻ, പെട്രോൾ സ്റ്റേഷൻ ഏതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങോട്ടുള്ള ദൂരമൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാം. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഹോട്ടൽസ്. ഹോട്ടലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് അതിൻ്റെ പിക്ചർ വരും. അതല്ലാതെ നിങ്ങൾക്ക് കാണാം അവിടെ ആ ഒരു ഹോട്ടലിൻ്റെ റെൻ്റ് എത്രയെന്നുള്ളതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ കാണുന്ന റെൻ്റ് ഞാനിവിടെ മേളിൽ സെർച്ച് ചെയ്ത ഡീറ്റെയിൽസിനനുസരിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏത് ഡേറ്റിലാണ് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ അപ്പോൾ നിങ്ങളൊരു ഡേറ്റ് ഇവിടുന്ന് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ എത്ര പേരാണെന്നുള്ളത് ഇവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും ഈ റേറ്റ് ഇവിടെ നോട്ടിഫൈ ചെയ്ത് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഈ ഒരു ഡേറ്റിൽ ഒരാൾക്ക് താമസിക്കാൻ എത്രയാണ് ഇതിൻ്റെ റെൻറ്റ്, ഓരോ ഹോട്ടലിൻ്റെ റെൻറ്റ് എന്നുള്ളത് പോലെ കാണിക്കും. പിന്നെ അതുപോലെ തന്നെ കോഫി ഷോപ്സ്, ഗ്രോസറീസ്, ഷോപ്പിംഗ് സെൻറ്റർ, അതുപോലെ ATMകൾ എവിടെയൊക്കെയുണ്ട്, അതൊക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മുകളിൽ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനായിട്ട് മുകളിൽ കാണുന്നുണ്ടാവും. താഴെ എക്സ്പ്ലോർ, ഗോ, പിന്നെ സേവ്ഡ് പ്ലേസസ്, നമ്മൾ സേവ് ചെയ്ത പ്ലേസസ് ഇവിടെ കാണാം. മറ്റൊന്നുള്ളത് കോൺട്രിബ്യൂഷനാണ്. അതായത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ഷോപ്പ് നമ്മൾ വിസിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്ലേസ് വിസിറ്റ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള റിവ്യൂ കൊടുക്കാൻ സാധിക്കും ഇതിൽ മാപ്പിൽ. അതാണ് കോൺട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളത് അപ്ഡേഷൻസ്. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മുടെ ഈ ഒരു മാപ്പ് തുറന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പിന്നീടുള്ളത് നിങ്ങളുടെ പ്രൊഫൈലിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം ലൈൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതായത് നിങ്ങൾ ഈ ഒരു ജിമെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്ത മൊബൈൽ യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ നിങ്ങൾ കറൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജിമെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്ത ഈ ഒരു മൊബൈലിൽ നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു ഹിസ്റ്ററി, നിങ്ങൾ എവിടെയൊക്കെ സഞ്ചരിച്ചു, ഓരോ ദിവസങ്ങളിൽ എവിടെയൊക്കെ സഞ്ചരിച്ചു, എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു, എത്ര ടൈം സ്പെൻഡ് ചെയ്തു ഓരോ സ്ഥലങ്ങളിൽ, അത്തരം ഒരു ഡയറി നിങ്ങൾക്ക്, ഇപ്പോൾ പഴയ ആളുകളൊക്കെ ഡയറി എഴുതുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു ടൈം ലൈൻ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ടുഡേ ഒരു പ്രത്യേകിച്ചൊരു ആക്ടിവിറ്റി ഒന്നുമില്ല, ഞാനിപ്പോൾ യെസ്റ്റർഡേ എന്ന് സെലക്ട് ചെയ്തു. ഞാൻ എന്തൊക്കെ ചെയ്തു, രാവിലെ തൊട്ടിട്ട് എവിടെയൊക്കെ പോയി, എവിടെ വിസിറ്റ് ചെയ്തു, ഏത് സമയത്ത് വിസിറ്റ് ചെയ്തു, അതിൻ്റെ മാപ്പ് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം. താഴെയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ടൈം ലൈൻ കാണാൻ സാധിക്കും. ഓരോ ദിവസത്തെ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. എത്ര പഴയത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ ആ ദിവസത്തൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ഈ ഒരു ജിമെയിൽ വെച്ച് ഗൂഗിൾ മാപ്പ് ലോഗിൻ ചെയ്ത മുതൽ ഉള്ള എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഓരോ സ്ഥലങ്ങളിൽ പോയതും എല്ലാ ഹിസ്റ്ററിയും ലഭിക്കും. അതുപോലെ തന്നെ തൊട്ടടുത്ത് ട്രിപ്പ് എന്നുള്ളതുണ്ടാവും. അതിൽ ഇതുപോലെ നിങ്ങൾ പോയ ട്രിപ്സ് ഒക്കെ കാണാൻ സാധിക്കും. ഓരോ സ്ഥലങ്ങളിലും ഏതൊക്കെ ദിവസമാണ്, ഏത് വർഷത്തിലാണ്. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഒരു ഡാറ്റ നോക്കുമ്പോൾ 2016 തൊട്ടിട്ടുള്ള ഒരു 6 വർഷത്തെ ഡാറ്റ ഇതിൽ കാണുന്നുണ്ട്. ഞാൻ ഈ ഒരു ജിമെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്ത മുതലുള്ളത്. പിന്നീട് ഇൻസൈറ്റ് ഉണ്ട്. അതിന് നോക്കിയാൽ നിങ്ങൾ ട്രാവൽ ചെയ്ത മൈൽ ഓരോ മന്ത് സെലക്ട് ചെയ്യാം. ഈ ഒരു മാസം എത്ര മൈൽ ട്രാവൽ ചെയ്തു, എത്ര ഹവർ
ഡ്രൈവ് ചെയ്തു, അതുപോലെ തന്നെ വിസിറ്റ് ചെയ്ത പ്ലേസുകൾ, അവിടെ എത്ര നേരം സ്പെൻഡ് ചെയ്തു, അതുപോലെ ഷോപ്പിംഗ് സെൻറ്ററുകളിൽ എവിടെയൊക്കെ പോയി അവിടെ എത്ര നേരം സ്പെൻഡ് ചെയ്തു, അങ്ങനെ ഒരുപാട് നിങ്ങളുടെ ഒരു ഫുൾ ഡാറ്റ, ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ടൈം ലൈനിൽ കാണാം. അതുപോലെ തന്നെ പ്ലേസസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പോയ ഓരോ പ്ലേസസ് ഇതുപോലെ വിത്ത് പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സിറ്റീസ് സെലക്ട് ചെയ്താൽ നിങ്ങൾ പോയ ഓരോ സിറ്റിയും നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അതൊക്കെ ഏത് മാസം പോയി, ഏത് സമയത്ത് പോയി, അത്തരം ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇവിടെ വിത്ത് പിക്ചർ കാണാൻ സാധിക്കും. ലാസ്റ്റ് വേൾഡ് നിങ്ങൾ ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചു, ഏതൊക്കെ സമയത്ത് സന്ദർശിച്ചു, അവിടെ എത്ര സിറ്റികളിൽ നിങ്ങൾ പോയി, അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു വേൾഡ് എന്നുള്ള ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു ടൈം ലൈൻ, നിങ്ങളൊരു ഹിസ്റ്ററിയാണ്. അതായത് നിങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് സമയത്തും ഗൂഗിൾ എന്നർത്ഥം. ഓക്കെ, പിന്നീടുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ലൊക്കേഷൻ ഷെയറിംഗ് ആണ്. അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വാട്സപ്പിൽ തന്നെ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് വാട്സപ്പിലും ടെലിഗ്രാമിലൊക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അതില്ലാത്ത സമയത്ത് ഇത് ഉപകാരമായിരുന്നു. പിന്നെ ഉള്ളത് ഓഫ്ലൈൻ മാപ്പാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം നമ്മളൊരു മറ്റൊരു രാജ്യത്തൊക്കെ പോകണം, അപ്പോൾ ഇൻ്റർനെറ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇൻ്റർനെറ്റ് സിം ഇല്ലെങ്കിൽ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏരിയത്തെ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ പോലും അവിടെ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ നെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു സ്ഥലം എനിക്ക് ലൊക്കേറ്റ് ചെയ്തിട്ട് പോകാൻ സാധിക്കും ഇൻ്റർനെറ്റ് ഇല്ലാതെ. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മാപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓഫ്ലൈൻ മാപ്പിൽ സെലക്ട് യുവർ ഓൺ ഏരിയ എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് എത്ര ഏരിയയിലത്തെ മാപ്പ് നിങ്ങൾക്ക് വേണം, ആ ഒരു സിറ്റി മൊത്തം വേണോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയ വേണോ, ഇങ്ങനെ നിങ്ങൾ സൂം ഇന്നും സൂം ഔട്ടും ചെയ്തിട്ട് ആ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുക്കുന്നതിന് മുകളിലായിട്ട് ആ ഒരു നിങ്ങൾ സെലക്ട് ചെയ്ത ഏരിയയിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എത്ര MB സ്പേസ് എടുക്കുന്നൊക്കെ ഇവിടെ കാണാം. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിവിടെ ഈ ഒരു ടൈം ലൈനിൽ കിടക്കും. പിന്നീട് നിങ്ങൾ ആ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്തും നെറ്റ് ഇല്ലെങ്കിൽ പോലും ആ ഒരു മാപ്പ് ഓഫ്ലൈനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പിന്നീടുള്ളത് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്കൊരു പ്രത്യേക ഏരിയ പെട്ടെന്ന് എവിടെ പോയി കഴിഞ്ഞാലും അറിയാത്ത സ്ഥലത്തുനിന്ന് നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു പ്ലേസ് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ എഡിറ്റ് ഹോം ആൻഡ് വർക്ക് എന്നുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ലൊക്കേഷനിൽ പോയാലും എനിക്ക് റൂട്ട് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഹോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഫൈൻഡ് ചെയ്ത് തരും. അല്ലെങ്കിൽ എൻ്റെ വർക്ക് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പെട്ടെന്ന് ഫൈൻഡ് ചെയ്ത് തരും. നമ്മൾ മുകളിൽ സെർച്ച് ചെയ്താൽ പ്ലേസ് സെർച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നത് വെച്ചാൽ താഴെ ആഡ് പ്ലേസ് കൊടുക്കാം, അതിനൊരു അഡ്രസ്സ് കൊടുക്കാം. എന്നിട്ട് മാപ്പിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു പ്ലേസ് ഏതാണ് നിങ്ങൾക്ക് കറക്റ്റ് സ്ഥിരമായിട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ അത് സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഹോം സെറ്റ് ചെയ്തിട്ടുണ്ട്, വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ലൊക്കേഷനിൽ ഞാൻ അറിയാതെ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്താൻ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നിടത്തേക്ക് തിരിച്ചെത്താൻ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഗൂഗിൾ മാപ്പിൽ സേവ് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഏറ്റവും മുകളിൽ നിങ്ങൾ സെറ്റ് ചെയ്ത ആ ഒരു കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഹോം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഹോമില്ല ലൊക്കേഷൻ കാണും. അല്ലെങ്കിൽ വർക്ക് പ്ലേസ് ആണെങ്കിൽ കാണിച്ചാൽ ആ ഒരു വർക്ക് പ്ലേസില്ല ലൊക്കേഷൻ കാണിച്ചു തരും. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത് വന്നൊരു ഒന്നാണ് സ്ട്രീറ്റ് വ്യൂ എന്നുള്ളത്. സ്ട്രീറ്റ് വ്യൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു സിറ്റി സെലക്ട് ചെയ്തു, അതിനുശേഷം ഈ ഒരു മെനുവിലൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് വ്യൂസ് കാണാം. അപ്പോൾ ഏറ്റവും ഡീഫോൾട്ട് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത ആ രീതിയിലായിരിക്കും ഗൂഗിൾ മാപ്പ് കാണുന്നത്. സാറ്റലൈറ്റ് വ്യൂ നമ്മൾ ഗൂഗിൾ എർത്തിൽ കാണുന്ന പോലെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് സാറ്റലൈറ്റ് വ്യൂ സെലക്ട് ചെയ്താൽ ഇതുപോലെ ആയിരിക്കും ഗൂഗിൾ മാപ്പ് കാണാം, ഗൂഗിൾ എർത്തിൽ കാണുന്ന പോലെ. അതല്ലെങ്കിൽ ടെറൈൻ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സാധാരണ ഡീഫോൾട്ട് ഇതിലായിരിക്കും കിടക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാം താഴെയായിട്ട് സ്ട്രീറ്റ് വ്യൂ എന്നൊരു ഓപ്ഷൻ വന്നത്. ഇപ്പോൾ ഈ അടുത്ത് വന്നൊരു പുതിയ 3D വ്യൂ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത് വന്നതാണ് സ്ട്രീറ്റ് വ്യൂ എന്നൊരു ഓപ്ഷൻ. അത് റിയൽ ആയിട്ട് ആ ഒരു പ്ലേസിൻ്റെ ഒരു 360 ഡിഗ്രി പിക്ചർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ സ്ട്രീറ്റ് വ്യൂ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഓരോ സ്ട്രീറ്റും ഇങ്ങനെ ബ്ലൂ കളറായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇന്ത്യയിലൊക്കെ അതിങ്ങനെ ഡെവലപ്പായി വരുന്നുള്ളൂ. നമ്മുടെ മെയിൻ സിറ്റികളിലൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊന്നും അത് വന്നിട്ടില്ല. ഇവിടെ തന്നെ ഇപ്പോൾ നേരത്തെ ഒരു 2 മാസം മുൻപ് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോഴൊന്നും എല്ലാ പ്ലേസും ഇങ്ങനെ വന്നിട്ടില്ല. ഇപ്പോൾ ഏകദേശം എല്ലാ പ്ലേസും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു സ്ട്രീറ്റിൻ്റെ വ്യൂ ആണ് കാണുന്നത് വെച്ചാൽ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ 360 ഡിഗ്രിയിൽ ആ ഒരു പ്ലേസിൻ്റെ വ്യൂ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതുപോലെ നിങ്ങൾ ആ സെലക്ട് ചെയ്ത സ്ട്രീറ്റിലെ ഒരു 360 വ്യൂ കാണാൻ സാധിക്കും.
ഏത് സ്ഥലമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അവിടുത്തെ ഒരു വ്യൂ ഇതുപോലെ കാണാം. ഏതൊരു ലൊക്കേഷനിൽ സ്ട്രീറ്റ് വ്യൂ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാത്തവരൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഗൂഗിൾ മാപ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇത്തരം നല്ല നല്ല വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല അറിവുകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.